Hi all, good evening. അപ്പൊ നമ്മള് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മുടെ സെറ്റ് കൊമേഴ്സിന്റെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ മൊഡ്യൂൾ 3, 4 ആൻഡ് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇവിടെ ഈ ഒരു മൊഡ്യൂളിന്റെ പ്രത്യേകത, ഇവിടെ മൊഡ്യൂൾ 3, 4, 5 ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് 3, 4, 5 എന്ന് പറയുന്ന മൊഡ്യൂൾസിൽ നിന്ന് നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. കണക്കുകൾ വരും. അവിടെ റേഷ്യോ അനാലിസിസും അതേപോലെ തന്നെ ഫണ്ട് ഫ്ലോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്, അതേപോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഉണ്ട്. ദെൻ നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ, ബ്രേക്ക് ഈവൻ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺസംഷൻ 8 to 12 units per day, reorder period 6 to 10 days, economic order quantity EOQ 200 units. Then the reorder level of the material will be, ഇത് റീഓർഡർ ലെവൽ ആണ് ഈ ചോദ്യം ചോദിച്ചേക്കുന്നത് അല്ലെ, റീഓർഡർ ലെവൽ. കൺസംഷൻ തന്നിട്ടുണ്ട്, കൺസംഷൻ പെർ ഡേ ആണ് 8 to 12 യൂണിറ്റ്സും, റീഓർഡർ പീരീഡ് 6 to 10 ഡേയ്സ് പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 200 യൂണിറ്റ്സ് ആണ്. ഇങ്ങനെയാണെങ്കിൽ റീഓർഡർ ലെവൽ എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. റീഓർഡർ ലെവൽ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് എത്ര ക്വാണ്ടിറ്റിയിൽ എത്തുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ഓർഡർ കൊടുക്കേണ്ടത്, അതാണ് റീഓർഡർ ലെവൽ. ഇപ്പൊ റീഓർഡർ ലെവൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇക്വേഷൻ അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഇക്വേഷനിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, പക്ഷെ റീഓർഡർ ലെവൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അറിയില്ല. ഓക്കെ, നമുക്ക് നേരെ ആൻസറിലേക്ക് പോയാലോ? എങ്ങനെയാണ് ഈ ആൻസർ കിട്ടുന്നത് നോക്കാം. റീഓർഡർ ലെവൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ് അല്ലെ. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഓർഡർ ലെവൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മാക്സിമം കൺസംഷൻ എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ആണ്? ഇവിടെ കൺസംഷൻ ഒരു റേഞ്ച് ആ തന്നേക്കുന്നത് അല്ലെ, 8 to 12 യൂണിറ്റ് എന്നുള്ളതാ. 8 മിനിമവും 12 മാക്സിമവും ആണ്. അപ്പൊ മാക്സിമം കൺസംഷൻ ഇവിടെ 12 യൂണിറ്റ്സ് വരും. അതേപോലെ റീഓർഡർ പീരീഡ് പറഞ്ഞേക്കുന്നത് 6 to 10 ഡേയ്സ് ആ. അതിൽ 6 മിനിമം, 10 മാക്സിമം ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം റീഓർഡർ പീരീഡ് 10 ആണ് വരുന്നത്. സോ ഇവിടെ നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് പോയേ. റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ്. അതായത് 12 into 10 അല്ലെ, 12 into 10 120 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇത് സിമ്പിൾ അല്ലേ? സിമ്പിൾ ചോദ്യമല്ലേ? നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റിയല്ലോ. ഇക്വേഷൻ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പൊ ഇവിടെ റീഓർഡർ ലെവൽ കണ്ടുപിടിക്കുന്നത് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് വെച്ചിട്ടാണ് അല്ലെ. ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇക്വേഷൻസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. യെസ്, അപ്പൊ ഇവിടെ റീഓർഡർ ലെവൽ ആകാം, റീഓർഡർ ക്വാണ്ടിറ്റി ആകാം, അല്ലെങ്കിൽ EOQ ആകാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. ഇപ്പൊ കൃത്യമായിട്ട് ഇത് പഠിച്ചു വെച്ചോണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. യെസ്, എ കമ്പനി ഹാസ് ഫിക്സഡ് കോസ്റ്റ് ഓഫ് rupees 90,000, സെയിൽസ് 3 lakh and profit of rupees 60,000. Their PV ratio will be. ഇവിടെ PV റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ.
നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പി വി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ഓർക്കണം. അവിടെയും ഇക്വേഷൻ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മാത്രം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് കിട്ടും? നമ്മുടെ പി വി റേഷ്യോ കിട്ടും. ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാമോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോണേ. അറിയാവുന്ന ആൻസറുകൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോണം. ഓക്കെ, നമുക്ക് നോക്കാം പി വി റേഷ്യോ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്. പി വി റേഷ്യോ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ് അല്ലെ. പ്രോഫിറ്റ് വോളിയം റേഷ്യോ, ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതല്ലേ പി വി റേഷ്യോയുടെ ഇക്വേഷൻ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ മതി. കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ഒന്നെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് മാറ്റിയാൽ കിട്ടുന്ന പോർഷൻ ആണ് കോൺട്രിബ്യൂഷൻ അല്ലെ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. രണ്ട് ഇക്വേഷൻസ് ആ. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നതും കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അതും എന്താണ്? കോൺട്രിബ്യൂഷൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഇതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഉപയോഗിച്ചാൽ മതി അല്ലെ. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഫിക്സഡ് കോസ്റ്റ് 90,000ഉം പ്രോഫിറ്റ് 60,000ഉം ആണ്. അപ്പൊ 90,000 പ്ലസ് 60,000 ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ അല്ലേ പി വി റേഷ്യോ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്, അതായത് 3 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് നേരെ പി വി റേഷ്യോയും കിട്ടും. 50% ആണ് പി വി റേഷ്യോ. എങ്ങനെയാ കിട്ടിയത് നോക്കിക്കേ. സെയിൽസ് 3 ലക്ഷം ഉണ്ട്, പ്രോഫിറ്റ് 60,000, ഫിക്സഡ് കോസ്റ്റ് 90,000. അപ്പൊ കോൺട്രിബ്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തു. 1.5 ലക്ഷം അല്ലെ. 1.5 ലക്ഷം നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി സിമ്പിൾ ആയിട്ട് പി വി റേഷ്യോ കണ്ടുപിടിക്കാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് 3 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ 50% എന്ന് നമുക്ക് പി വി റേഷ്യോ കിട്ടും. ഓക്കെ, ഈ പി വി റേഷ്യോയുടെ ചോദ്യവും എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. പല പ്രാവശ്യങ്ങളിലും ഈ ഒരു പി വി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതും കൃത്യമായിട്ട് പഠിച്ചോണം. യെസ്, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ മെയിൻ ഫോക്കസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്? Preparing financial statements for external users, providing information for internal decision making, ensuring compliance with accounting standards, calculating tax liabilities. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഫോക്കസ് എന്താണ്? എന്താ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം എന്താന്ന് പറയാമോ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് അല്ലെ. യെസ്, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഫോർ ഇന്റേണൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ നോക്കുന്നത്. ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, പുറത്തുള്ളവർക്ക് കൊടുക്കത്തില്ല. സാധാരണ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പബ്ലിഷ് ചെയ്യുന്നത് പോലെ ഈ ഒരു വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പുറത്തേക്ക് പബ്ലിഷ് ചെയ്യത്തില്ല. ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. യെസ്, അടുത്ത ചോദ്യം നോക്കിക്കേ. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഓൾസോ നോൺ ആസ്. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ
കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അനാലിസിസിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താ? ഡൈനാമിക്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ഓർ എക്സ്റ്റേണൽ അനാലിസിസ്. ഏതാണ്? നോ ഐഡിയ. ഒന്ന് ഗസ് ചെയ്തോ, ഏതായിരിക്കും? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, എനിവേ നോക്കിക്കേ, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ് കേട്ടോ. ഹൊറിസോണ്ടൽ അനാലിസിസ്, ഹൊറിസോണ്ടൽ അനാലിസിസ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഹൊറിസോണ്ടൽ അനാലിസിസിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇവിടെ അതായത് ഇപ്പം ഞാനൊരു കമ്പനി നടത്തുന്നുണ്ടെങ്കിൽ എന്റെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 2 പീരീഡിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ ഞാൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ്. അതാണ് കമ്പാരിറ്റീവ് അനാലിസിസ്. കമ്പയർ ചെയ്യുക. ഇപ്പൊ 2023ലെയും 2024ലെയും പ്രോഫിറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുന്നു. 2023 നമുക്ക് 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. 2024 ആയപ്പോ പ്രോഫിറ്റ് എത്രയായി? 6 ലക്ഷമായി. അപ്പോ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കൂടി എന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് പീരീഡുകളിൽ പല പല സമയത്തെയാണ് കേട്ടോ, പീരീഡ്, പല ഡിഫറെന്റ് പീരീഡ്സിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, ഒരേ കമ്പനിയുടെ തന്നെ ഡിഫറെന്റ് പീരീഡ്സിലുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ അനാലിസിസ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് അനാലിസിസ്. വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിനെ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയുന്നത് കേട്ടോ, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ്. വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇങ്ങനെ പല പീരീഡുകളിലെ അനാലിസിസ് അല്ല നടത്തുന്നത്. അവിടെ നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒന്നിനെ നമ്മളൊരു ബേസ് ആക്കി എടുത്ത് ബാക്കി ഓരോ ഫിഗറുകളും ഈ ഒരു ബേസ് ഫിഗറിന്റെ സ്പെസിഫിക് പെർസെന്റേജിൽ കാണിക്കുന്നതാണ് വെർട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ ഈ വർഷത്തെ P&L അക്കൗണ്ട് എടുക്കുമ്പോൾ ഈ വർഷത്തെ P&L അക്കൗണ്ടിനകത്ത് സെയിൽസിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരും, അതേപോലെ ഓരോ എക്സ്പെൻസുകൾ വരും, ഓരോ ഇൻകംസ് വരും. ഇതെല്ലാം സെയിൽസിന്റെ ഇത്ര പെർസെന്റേജ് എന്നൊരു രീതിയിൽ കാണിക്കും. അതാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റുകളുടെ പ്രത്യേകത. അതിനെ വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കിക്കേ. ഇത് റേഷ്യോ അനാലിസിസിൽ നിന്നുള്ള ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. റേഷ്യോ അനാലിസിസിൽ നിന്ന് ഒരു ചോദ്യം ഷുവർ ആയിട്ടും എക്സ്പെക്ട് ചെയ്യാം. കറന്റ് റേഷ്യോ 3.5:1, quick ratio 2:1. Then, if the excess of current asset over quick asset represented by inventory is 24,000, then current liabilities will be എത്രയായിരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. അതായത് കറണ്ട് റേഷ്യോ എത്രയാ? 3.5:1, ക്വിക്ക് റേഷ്യോ 2:1. ഇഫ് എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ ക്വിക്ക് അസറ്റ്, അതായത് ഇൻവെന്ററി എന്ന് പറയുന്നത് 24,000 അങ്ങനെയാണെങ്കിൽ കറന്റ് ലയബിലിറ്റി എത്രയായിരിക്കും എന്നാ നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് ഈ കറന്റ് റേഷ്യോയുടെയും ക്വിക്ക് റേഷ്യോയുടെയും ഒക്കെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആ കാണിക്കുന്നത് അല്ലെ. കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി, അതാണ് കറന്റ് റേഷ്യോ. അപ്പോ കറന്റ് റേഷ്യോ 3.5:1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കറന്റ് അസറ്റ് ഈസ് ടു കറന്റ് ലയബിലിറ്റി. അപ്പൊ കറന്റ് ലയബിലിറ്റി 1 ആണെങ്കിൽ കറന്റ് അസറ്റ് അതിന്റെ 3.5 ഇരട്ടി ആയിരിക്കും. കറന്റ് ലയബിലിറ്റി 1 ആണെങ്കിൽ കറന്റ് അസറ്റ് എത്രയായിരിക്കും? 3.5. അതായത് കറന്റ് ലയബിലിറ്റിയുടെ 3.5 ഇരട്ടിയാണ് കറന്റ് അസറ്റ് വരുന്നത്. അതേപോലെ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1. ക്വിക്ക് റേഷ്യോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി അല്ലെ. ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി. ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റിൽ നിന്ന് ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസുകളും കുറച്ച് മാറ്റുന്നതാണ് ക്വിക്ക് അസറ്റ്. അപ്പൊ
ക്വിക്ക് റേഷ്യോ 2:1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കറണ്ട് ലയബിലിറ്റി 1 ആണെങ്കിൽ അതിന്റെ ഇരട്ടിയാണ് ക്വിക്ക് അസറ്റുകൾ ഉള്ളത്. ദെൻ ഇൻവെന്ററി 24,000 എന്ന് തന്നിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിക്കേ, നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാം. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 16,000 ആണ് ആൻസർ അല്ലെ? അത് എങ്ങനെയാ വന്നേ നോക്കിക്കേ. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഇക്വേഷൻസ് അറിയാം. കറണ്ട് റേഷ്യോയുടെയും ക്വിക്ക് റേഷ്യോയുടെയും ഇക്വേഷൻസ് അറിയാം. ഇനി ഇവിടെ കറണ്ട് ലയബിലിറ്റിയെ നമ്മൾ എക്സ് എന്ന് അങ്ങ് അസ്യൂം ചെയ്തോണം. കറണ്ട് ലയബിലിറ്റിയെ എക്സ് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ് എത്ര വരും? 3.5x അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയുടെ 3.5 ഇരട്ടിയാണ്. അതാണ് ആ റേഷ്യോ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ക്വിക്ക് റേഷ്യോ എന്ന് പറയുമ്പോ 2:1. അപ്പൊ അവിടെയും കറണ്ട് ലയബിലിറ്റിയുടെ ഇരട്ടിയാണ് എന്ത്? ക്വിക്ക് അസറ്റ്. അപ്പൊ 2x വരും ക്വിക്ക് അസറ്റ് അല്ലെ? എക്സ് കറണ്ട് ലയബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ് 3.5x ക്വിക്ക് അസറ്റ് 2x എന്നും വന്നു. ഇനി ഇൻവെന്ററി എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൽ നിന്ന് ക്വിക്ക് അസറ്റ് കുറച്ച് മാറ്റുന്നതാണ് ഇൻവെന്ററി. ആ ഇൻവെന്ററി 24,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇക്വേഷനിലേക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കിക്കേ. 24,000 ആണ് ഇൻവെന്ററി. ദാറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ക്വിക്ക് അസറ്റ്. കറണ്ട് അസറ്റിനെ നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞു? 3.5x ക്വിക്ക് അസറ്റ് 2x. സോ 3.5x നിന്ന് 2x കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 1.5x ആണ് 24,000. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 24,000 ഡിവൈഡഡ് ബൈ 1.5 കൊടുക്കുമ്പോൾ 16,000 കിട്ടും. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 16,000. എക്സ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആയിരുന്നു അല്ലെ? അപ്പൊ കറണ്ട് ലയബിലിറ്റി 16,000 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാ ഫോം ചെയ്തതെന്നും എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തിയെന്നും മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. യെസ്. ഫോർ കാൽക്കുലേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുമ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് നമ്മൾ ആ വർഷത്തെ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുവാണോ കുറയ്ക്കുവാണോ അതോ അവിടെ അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നും ഇല്ലയോ? ഏതാണ് കറക്റ്റ് ട്രീറ്റ്മെന്റ് വരുന്നത്? ആൻസർ ചെയ്തേ. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുമ്പോൾ ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഇല്ലേ, ഇത് ആക്ച്വലി നമ്മള് പ്രൊവിഷൻ വെക്കുന്നതാ. അതായത് ഇപ്പം ആരെങ്കിലും നമ്മള് തരാനുള്ള ക്യാഷ് തന്നില്ലെങ്കിലോ, നമ്മളിപ്പം ക്രെഡിറ്റിന് ഗുഡ്സ് വിറ്റു, അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്കൊരു ഡെപ്റ്റർ ഉണ്ടാകും. ആ ഡെപ്റ്റർ ക്യാഷ് തരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. ഇനി അവര് തന്നില്ലെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടം വരാതിരിക്കാനായിട്ട് ഇപ്പോഴേ അതിനുള്ള പ്രൊവിഷൻസ് വെക്കും. ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറയുന്നത് P&L അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ നമ്മൾ എഴുതി വെക്കുന്നതാ, ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. പക്ഷേ അത് ആക്ച്വലി അവിടെ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മളൊരു പ്രൊവിഷൻ എഴുതി മാറ്റി വെച്ചതാ. ആ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. ഒരു ആക്ച്വൽ ക്യാഷ് ഫ്ലോ അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൊവിഷൻസിനെയൊക്കെ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊവിഷൻസ് ഒക്കെ ആഡ് ബാക്ക് ചെയ്യും. കാരണം ഈ പ്രൊവിഷൻസ് ഓൾറെഡി P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അത്രയും കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന ഐറ്റം അല്ല, നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നതാ. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യും റിയൽ പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം നോക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്, അതായത് എക്സസ് ഓഫ് സെയിൽസ് ഓവർ ബ്രേക്ക് ഈവൻ സെയിൽസിനെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു?
സേഫ്റ്റി സെയിൽസ്, പ്രോഫിറ്റബിൾ സെയിൽസ്, മാർജിൻ ഓഫ് സേഫ്റ്റി, ഡിസൈർഡ് സെയിൽസ്. ഇതിലേതാണ്? യെസ് യെസ്, വെരി ഗുഡ്. മാർജിൻ ഓഫ് സേഫ്റ്റി അല്ലെ? മാർജിൻ ഓഫ് സേഫ്റ്റി. എക്സസ് ഓഫ് സെയിൽസ് ഓവർ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. അതായത് ഇപ്പം ബ്രേക്ക് ഈവൻ സെയിൽസിന്റെ പ്രത്യേകത എന്താ? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അത്രയും ക്വാണ്ടിറ്റി, ബ്രേക്ക് ഈവൻ സെയിൽസിൽ വരുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അത്രയും ക്വാണ്ടിറ്റി വിൽക്കുമ്പോൾ ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ്. നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഇപ്പം ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാം 175 യൂണിറ്റുകളാണ് ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി. അതായത് 175 യൂണിറ്റുകൾ നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ഈവനിൽ എത്തുക. അതായത് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പൊ ഈ ബ്രേക്ക് ഈവൻ പോയിന്റിന് മുകളിലേക്ക് നമുക്ക് സെയിൽ നടന്നാലേ പ്രോഫിറ്റ് ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ 175 യൂണിറ്റ് ആണ് ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി എങ്കിൽ 176ാമത്തെ യൂണിറ്റ് വിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലെ? നമുക്ക് ലാഭം കിട്ടുന്നത്. ഈ 175ൽ താഴെ 174 എണ്ണമേ നമുക്ക് വിൽക്കാൻ പറ്റിയുള്ളെങ്കിൽ നമുക്ക് അവിടെ ലോസ് ആയിരിക്കും, നഷ്ടമായിരിക്കും. അപ്പൊ നഷ്ടവും ലാഭവും ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണ് ഈ 175. നമ്മുടെ എക്സാമ്പിളിലാണ് കേട്ടോ. ഇനി ഈ ബ്രേക്ക് ഈവനിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് എത്ര അധികം യൂണിറ്റ് വിൽക്കാൻ പറ്റിയാലും അതെല്ലാം നമ്മുടെ ലാഭമാണ്. അപ്പൊ നമ്മുടെ ആക്ച്വൽ സെയിൽസ്, ഈ ഒരു എക്സാമ്പിളില് ആക്ച്വൽ സെയിൽസ് 500 ആണ്. ആക്ച്വൽ സെയിൽസ് 500, ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി 175. അപ്പൊ ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് അല്ലെ? ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് കുറച്ച് മാറ്റുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇവിടെ കണ്ടോ, 175 യൂണിറ്റ് വിൽക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ഈവനിലെത്തി. അതിന് മുകളിലേക്ക് എത്ര വിറ്റാലും ലാഭമാണ്. നമുക്ക് ആക്ച്വലി 500 എണ്ണം വിൽക്കാനായിട്ട് പറ്റി. അങ്ങനെയാണെങ്കിൽ അവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി 325 യൂണിറ്റ് ആണ് അല്ലെ? 325. അതെന്താ മാർജിൻ ഓഫ് സേഫ്റ്റി എന്നതിനെ പറയാൻ കാരണം? അതായത് ഇപ്പൊ നമ്മുടെ ആക്ച്വൽ സെയിൽസ് 500 യൂണിറ്റാ. ഈ 500 എണ്ണം തന്നെ വിറ്റില്ലേലും ഇതിൽ നിന്ന് സെയിൽ കുറഞ്ഞാലും നമുക്ക് പേടിക്കണ്ട. എവിടെ വരെ കുറഞ്ഞാ പേടിക്കണ്ട? ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് വരെ 175 യൂണിറ്റുകൾ വരെ അത്രയും കുറഞ്ഞ് നമ്മുടെ സെയിൽ കുറഞ്ഞ് വന്ന് 175 യൂണിറ്റ് വരെ എത്തി നിന്നാൽ അത്രയും വരെ പേടിക്കണ്ട, കാരണം നഷ്ടമില്ല. പക്ഷെ അവിടെ താഴേക്ക് പോയാലും നഷ്ടമാണ്. അപ്പൊ ഈ ആക്ച്വൽ സെയിൽസ് നമുക്ക് നഷ്ടമില്ലാതെ എത്രത്തോളം കുറയാം, അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ 500 ആണ് ആക്ച്വൽ സെയിൽസ് എങ്കിൽ 500ൽ നിന്ന് എവിടെ വരെ കുറഞ്ഞാൽ നമുക്ക് നഷ്ടമില്ലാതെ ലാഭത്തിൽ തന്നെ പോകാം എന്നുള്ളതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ 500ൽ നിന്ന് താഴേക്ക് പോയാൽ 175 വരെ സേഫ് ആയിട്ട് വരാം സെയിൽ കുറഞ്ഞാലും. 175ന് താഴേക്ക് നമ്മുടെ സെയില് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും. അപ്പൊ എക്സസ് ഓഫ് ടോട്ടൽ സെയിൽസ് ഓവർ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. യെസ്, ഓക്കെ. അടുത്ത ചോദ്യം നോക്കിക്കേ. An equal amount of increase in total current asset and total current liability will, അതായത് ടോട്ടൽ കറണ്ട് അസറ്റിലും ടോട്ടൽ കറണ്ട് ലയബിലിറ്റിയും ഒരു ഈക്വൽ എമൗണ്ട് വെച്ചിട്ട് കൂടുവാണെങ്കിൽ കറണ്ട് റേഷ്യോയിൽ എന്ത് മാറ്റമാണ് വരുന്നത്? കറണ്ട് റേഷ്യോയിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ അതോ ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ലയോ? ഏതായിരിക്കും? അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയിലും ഈ
ഈക്വൽ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ കറണ്ട് റേഷ്യോ കുറയുമായിരിക്കും ചെയ്യുന്നത്. കറണ്ട് റേഷ്യോ വിൽ ഡിക്രീസ്. കാരണം എന്താണെന്നറിയാമോ? നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ തന്നെ അത് മനസ്സിലാക്കാം. കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി അല്ലെ. കറണ്ട് ലൈബിലിറ്റിയും കറണ്ട് അസറ്റും തമ്മിലുള്ള റിലേഷൻ ആണ് കറണ്ട് റേഷ്യോയിൽ കാണുന്നത്. ഇപ്പോ കറന്റ്ലി നമ്മുടെ കറണ്ട് അസറ്റുകൾ 2 ലക്ഷവും കറണ്ട് ലൈബിലിറ്റി 1 ലക്ഷവും ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കറണ്ട് റേഷ്യോ 2 എന്ന് വരും. 2 ഈ 2:1 എന്ന്, അതായത് 2/1 ആണ്. അതിനെയാണ് 2 കൊണ്ട് അവര് 2:1 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ 2 എന്ന് വരും. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി, അതായത് 2 lakh ഡിവൈഡഡ് ബൈ 1 lakh. അതിന്റെ ആൻസർ എത്ര? 2 ആണ്. കറണ്ട് റേഷ്യോ 2 ആണ്. ഇനി ഈ 2 എമൗണ്ടിലും, കറണ്ട് അസറ്റിലും കറണ്ട് ലൈബിലിറ്റിയിലും നമ്മൾ ഒരു ഈക്വൽ എമൗണ്ട് വെച്ചിട്ട് കൂട്ടി, അതായത് 50,000 കൂട്ടി. അങ്ങനെയാണെങ്കിൽ പുതിയ കറണ്ട് അസറ്റ് 2.5 ലക്ഷവും കറണ്ട് ലൈബിലിറ്റി 1.5 ലക്ഷവും വരും. അപ്പൊ ഈ 2.5 lakh ഡിവൈഡഡ് ബൈ 1.5 lakh ചെയ്യുമ്പോൾ 1.67 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ പുതിയ കറണ്ട് റേഷ്യോ 1.67 വന്നു. അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന കറണ്ട് റേഷ്യോയെ കാട്ടിലും കുറയുവാണ് ചെയ്തത്. കാരണം എന്താന്ന് വെച്ചാല് സാധാരണഗതിയില് കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ കറണ്ട് അസറ്റ് കറണ്ട് ലൈബിലിറ്റിയെ കാട്ടിലും കൂടിയിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണ്. കറണ്ട് അസറ്റ് കറണ്ട് ലൈബിലിറ്റിയെ കാട്ടിലും കൂടിയിരിക്കും. അങ്ങനെയാണ് വേണ്ടതും. അതാണ് ഐഡിയൽ റേഷ്യോ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ രണ്ടിടത്തും ഈക്വൽ എമൗണ്ട് ഇട്ട് കൂട്ടിയാലും ഈ റേഷ്യോ കാൽക്കുലേഷനിലേക്ക് വരുമ്പോഴത്തേക്കിന് ഒരേ എമൗണ്ട് ആണ് കൂട്ടുന്നതെങ്കിൽ പോലും കറണ്ട് റേഷ്യോ കുറയുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. യെസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? ബാലൻസ് ഷീറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ ആൻഡ് കറണ്ട് ഇയർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് കറണ്ട് ഇയർ, ബോത്ത് എ ആൻഡ് ബി, നെയ്തർ എ നോർ ബി. ഏതൊക്കെയാണ് വരുന്നത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? യെസ്, നമുക്ക് നോക്കാം. യെസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഈ 2 കാര്യങ്ങളും നമുക്ക് വേണം. ബാലൻസ് ഷീറ്റ്, പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും ബാലൻസ് ഷീറ്റ് വേണം. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചുകൾ അറിയാനായിട്ട് പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും ബാലൻസ് ഷീറ്റ് നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമുക്ക് വേണം. ഇത് രണ്ടും വെച്ചിട്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. യെസ്, ഓക്കെ. ഈ ഒരു ചോദ്യം നോക്കിക്കേ. ദ റേഷ്യോ ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് ഈസ് നോൺ ആസ്. കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ, ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താ? സെയിൽസ് റേഷ്യോ, പ്രോഫിറ്റ് റേഷ്യോ, ബ്രേക്ക് ഈവൻ റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഇതിലേതാണ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ? നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞതാ. ഇതിന്റെ ഇക്വേഷൻ ഉൾപ്പെടെ നമ്മൾ പഠിച്ചായിരുന്നല്ലേ? ഒരു ക്വസ്റ്റനിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരുന്നു. യെസ് യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി, പി വി റേഷ്യോ അല്ലെ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ. കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ്. അതിന്റെ ഇക്വേഷൻ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് ആ ഇക്വേഷനും കിട്ടും. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതാണ് പി വി റേഷ്യോ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. അതുകൊണ്ടാണ് അതിനെ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ എന്നൊരു പേരിലും അറിയപ്പെടുന്നത്. കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ ആണ് പി വി റേഷ്യോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇത് നോക്കിക്കേ. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ₹20, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 12, ഫിക്സഡ് കോസ്റ്റ് 8,000. We need to calculate the break-even point in units.
ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റ്സിൽ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്ന് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ? നമുക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല, പ്രോഫിറ്റും ലോസും ഇല്ലാത്ത പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പൊ ഇത്ര യൂണിറ്റുകൾ വിൽക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബ്രേക്ക് ഈവനിൽ എത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഇത്ര രൂപയുടെ സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് ബ്രേക്ക് ഈവനിൽ എത്തുന്നത് എന്നും പറഞ്ഞൂടെ? അപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റിനെ യൂണിറ്റ്സിലും പറയാം, അതേപോലെ തന്നെ സെയിൽസിലും പറയാം. അതായത് എത്ര രൂപയുടെ സാധനം വിൽക്കുമ്പോഴാണെന്നും നമുക്ക് പറയാം. ബ്രേക്ക് ഈവൻ പോയിന്റിനെ യൂണിറ്റ്സിലും പറയാം, സെയിൽസിലും പറയാം. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളില് 175 യൂണിറ്റുകൾ വിൽക്കുമ്പോഴാണ് ബ്രേക്ക് ഈവനിൽ എത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അത് യൂണിറ്റാ. അപ്പൊ അവിടെ 175 യൂണിറ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ്. ഇനി അതിനെ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസിൽ പറയാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ യൂണിറ്റ്സിനെ അതിന്റെ സെല്ലിംഗ് പ്രൈസ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? ഇപ്പം 175 യൂണിറ്റ് വിൽക്കുമ്പോഴാണ് ബ്രേക്ക് ഈവനിൽ എത്തുന്നത്. അപ്പൊ എത്ര രൂപയുടെ സാധനം വിൽക്കുമ്പോഴാണ് എന്ന് ചോദിച്ചാല് 175നെ പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പം 10 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ 175 × 10 അങ്ങനെയാണെങ്കിൽ 1750 രൂപയുടെ സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് ബ്രേക്ക് ഈവനിൽ എത്തുന്നത്. 175 എണ്ണം വിൽക്കുമ്പോഴാണ് ബ്രേക്ക് ഈവനിൽ എത്തുന്നത് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? അപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റ്സിലും കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ വാല്യൂവില് അതായത് സെയിൽസില് അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആ ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയണം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ഇക്വേഷൻ എന്താ? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ചോദ്യത്തിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റും കോൺട്രിബ്യൂഷനും നമുക്ക് വേണം. ഫിക്സഡ് കോസ്റ്റ് നേരിട്ട് തന്നിട്ടുണ്ട് അല്ലെ, 8000 എന്ന് തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇനി കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനും നമുക്ക് 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ മതി, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റ് കൂടെ കൂട്ടിയാൽ മതി. ഇതാണ് കോൺട്രിബ്യൂഷൻ. ഇവിടെ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നൊരു ഇക്വേഷൻ എടുക്കാം അല്ലെ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് 20ൽ നിന്ന് 12 കുറയ്ക്കാം. 20 - 12 ചെയ്യുമ്പോൾ 8 കിട്ടും. 8 ആണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇവിടെ കോൺട്രിബ്യൂഷനും കിട്ടി. പിന്നെ എന്താ? ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ട്, 8000 എന്ന് തന്നിട്ടുണ്ട്. സോ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ 8000 ഡിവൈഡ് ബൈ 8, ദാറ്റ് ഈസ് 1000 യൂണിറ്റുകളാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതൊക്കെ വളരെ സിമ്പിളാ, വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അത് നേരിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു 6ാമത്തെ യൂണിറ്റ് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ. ഇത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു യൂണിറ്റാ. ഈ ഇക്വേഷനുകളൊക്കെ അറിയാമെങ്കിൽ ഇവിടെ ഒന്നും നമുക്ക് തെറ്റത്തില്ല, എല്ലാം കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. Dividend receipts from investment in marketable securities is taken in which head of cash flow statement? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നിന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. ഇവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ആണ് കാണിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനകത്ത് എവിടെ നിന്നൊക്കെ ക്യാഷ് വന്നു, എങ്ങോട്ടൊക്കെ ക്യാഷ് പോയി, ആ ക്യാഷിന്റെ ഫ്ലോ ആണ്. അതായത് ആക്ച്വൽ ക്യാഷ് ഇൻഫ്ലോയോ ക്യാഷ് ഔട്ട്ഫ്ലോയോ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസിനെ മാത്രമേ ഇവിടെ എടുക്കുള്ളൂ. അപ്പം ഈ കംപ്ലീറ്റ് ക്യാഷ് ട്രാൻസാക്ഷൻസിനെയും നമ്മൾ 3 ഹെഡായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ഉണ്ട്.
ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോയും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഔട്ട്ഫ്ലോയും വരും. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും വരും. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ ഫണ്ട് ഇല്ല, അപ്പൊ നമ്മൾ ഫണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, റേസ് ചെയ്യും അല്ലെ, പലയിടത്തു നിന്ന് ഫണ്ട് റേസ് ചെയ്യും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസിനെയും നമ്മൾ ഈ ഒരു ഹെഡിൽ എഴുതും. ഇനി ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ, ഡിവിഡൻഡ് റെസിപ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇത് ഏത് ഹെഡിലായിരിക്കും വരുന്നത്? ഈ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ട്, ഷെയറുകളോ ഡിബഞ്ചറുകളിലോ ഒക്കെ നമ്മൾ, ഷെയറുകളാണ്, ഷെയറിൽ നിന്നാണല്ലോ ഡിവിഡൻഡ് കിട്ടുന്നത്. ഷെയറുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പൊ നമുക്ക് ഡിവിഡൻഡ് കിട്ടി. ഇത് ഏത് ഹെഡിൽ വരും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആണോ, ഇൻവെസ്റ്റിംഗ് ആണോ, ഫൈനാൻസിങ് ആണോ? യെസ് യെസ് റൈറ്റ്, ഓപ്ഷൻ ബി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ് അല്ലെ. അത് ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടി. ഡിവിഡൻഡ് കിട്ടിയപ്പോ അതെന്തായി? ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയി. ഇനി ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ ഡിവിഡൻഡ് കിട്ടുമ്പോ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. കാരണം ഡിവിഡൻഡ് കിട്ടുന്ന എപ്പോഴാ? നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഡിവിഡൻഡ് കിട്ടുന്നത്. ഇനി ഡിവിഡൻഡ് കൊടുത്തു എന്ന് പറഞ്ഞാലോ, നമ്മൾ ഡിവിഡൻഡ് കൊടുത്തു, ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞാല് അത് ഏതിൽ വരും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആണോ, ഇൻവെസ്റ്റിംഗ് ആണോ, ഫൈനാൻസിങ് ആണോ? ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുമ്പോ, അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഡിവിഡൻഡ് കൊടുക്കുന്ന എപ്പോഴാ? നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിൽ, യെസ് റൈറ്റ്, ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ് അല്ലെ. നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഷെയറുകൾ ഇഷ്യൂ ചെയ്തു. ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്തു. അപ്പൊ ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആൾക്കാർ നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങി, അങ്ങനെ നമുക്ക് പൈസ കിട്ടി. ഇനി ഈ ഷെയർ വാങ്ങിയ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം? ഡിവിഡൻഡ് കൊടുക്കണം. അപ്പൊ ഈ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലല്ലേ വരുന്നത്? കാരണം നമ്മുടെ പൈസ ഇല്ലാത്തതുകൊണ്ടായി ഫണ്ട് റേസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടി വരുന്നതാ. ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ വരും. ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലും വരും. ഈ മൂന്നും നമുക്കത് കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഈ 3 ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടും ഒന്ന് നോക്കാനായിട്ടുണ്ട്. ഞാൻ ആ നോട്ട്സ് ഒന്ന് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കി പോകാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കോ. എന്നിട്ട് നമുക്ക് ആ ഒരു ചോദ്യം കൂടെ വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ചോദ്യവും കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉറപ്പായിട്ടും 1 or 2 ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാമേ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നിന്ന്. ഒരു ക്വസ്റ്റ്യനൂടെ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ ഇതിന്റെ ബാക്കിയുള്ള നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ഇപ്പൊ എന്തായാലും ഈ ഒരു ചോദ്യം നോക്കിക്കേ. പ്രൊപ്പോർഷൻ ഓഫ് എ കമ്പനീസ് ഷെയർ പ്രൈസ് ടു ഏർണിംഗ് പെർ ഷെയർ ഈസ് നോൺ as, ഇത് ഏത് റേഷ്യോയെ പറ്റിയാ പറഞ്ഞേക്കുന്നത്? ഷെയർ പ്രൈസ് ടു ഏർണിംഗ് പെർ ഷെയർ. ഷെയർ പ്രൈസും ഏർണിംഗ് പെർ ഷെയറും കാണിക്കുന്നത് ഏത് റേഷ്യോയിലാണ്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, PE റേഷ്യോ, EPS, ഏർണിംഗ് പെർ ഷെയർ, നൺ ഓഫ് ദീസ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, PE റേഷ്യോ. അതായത് പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ. PE റേഷ്യോയുടെ ഫുൾ ഫോം പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ എന്നാണ്. അപ്പൊ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസും ഏർണിംഗ് പെർ ഷെയറും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷെയർ പ്രൈസും ഏർണിംഗ് പെർ ഷെയറും തമ്മിലുള്ള റിലേഷൻ ആണ് PE റേഷ്യോയിൽ കാണിക്കുന്നത്. ഇവിടെ PE റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? ഷെയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ, PE റേഷ്യോ. ഇവിടെ ഈ PE റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇവരുടെ
ഏണിങ്സ് എത്രയുണ്ടെന്ന് നോക്കി അതിനനുസരിച്ച് കറക്റ്റ്ലി പ്രൈസ്ഡ് ആണോ എന്ന് അറിയാനാണ് ഈ PE റേഷ്യോ നമ്മൾ നോക്കുന്നത്. PE റേഷ്യോ ഹയസ്റ്റ് ആണെങ്കിൽ നല്ല ഏണിങ്സ് അവിടെ നിന്ന് കിട്ടും, ആ ഒരു ഷെയറിൽ നിന്ന് നല്ല ഏണിങ്സ് ഉണ്ടെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് 100 രൂപ, അവിടുന്ന് കിട്ടുന്ന ഏണിങ്സ് എത്ര? 1 രൂപയാണ് ഏണിങ്സ്. അപ്പൊ 100 രൂപ ഷെയറിന്റെ വിലയും 1 രൂപ ഏണിങ്സും. അപ്പൊ ഈ 1 രൂപ ഏണിങ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ 100 രൂപ മുടക്കി. ഈ ഒരു റിലേഷൻ ആണ് PE റേഷ്യോയിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രൈസ് ടു ഏണിങ്സ്, അതാണ് PE റേഷ്യോയുടെ ഫുൾ ഫോം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ക്യാഷ് റേഷ്യോ ഏത് ടൈപ്പ് റേഷ്യോ ആണ്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ക്യാഷ് റേഷ്യോ വരുന്നത്? യെസ്, വെരി ഗുഡ്. ലിക്വിഡിറ്റി റേഷ്യോ ആണ് അല്ലെ. ക്യാഷ് റേഷ്യോ എന്ന് പറഞ്ഞാല് ലിക്വിഡിറ്റി റേഷ്യോയിൽ വരും. കാരണം എന്താ? ക്യാഷ് റേഷ്യോ എന്ന് പറയുന്നത് എന്താ? ക്യാഷ് ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ടോട്ടൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഡിവൈഡഡ് ബൈ കറന്റ് ലൈബിലിറ്റീസ്. നമ്മുടെ കറന്റ് ലൈബിലിറ്റീസിനെ കൊടുത്തു തീർക്കാൻ എത്രത്തോളം ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്, അതാണ് ക്യാഷ് റേഷ്യോ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ലിക്വിഡിറ്റി റേഷ്യോയുടെ അണ്ടറിൽ വരുന്നതാണ് അല്ലെ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ഡെപ്റ്റുകൾ കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ആണ് ലിക്വിഡിറ്റി. അപ്പോ ക്യാഷ് റേഷ്യോയിൽ ലിക്വിഡിറ്റി അല്ലേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് ഡെപ്റ്റുകൾ, നമ്മുടെ കറന്റ് ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കാനും മാത്രം ക്യാഷ് അസറ്റ് നമ്മുടെ കയ്യിലുണ്ടോ എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യെസ്, ഈ 4 ടൈപ്പ് റേഷ്യോസും ഒന്ന് അറിഞ്ഞിരിക്കണം. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ ആ റേഷ്യോസിന്റെ പ്രത്യേകത എന്താ? കമ്പനിയുടെ കറന്റ് ഒബ്ലിഗേഷൻസ് അവർക്ക് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ലിക്വിഡിറ്റി റേഷ്യോയിൽ കൂടെ മെഷർ ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ഈ ക്യാഷ് റേഷ്യോയും അതേപോലെ തന്നെ ക്വിക്ക് റേഷ്യോയും കറന്റ് റേഷ്യോയും എല്ലാം. ഇതെല്ലാം ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ലിവറേജ് റേഷ്യോസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി പ്രൊപ്പോർഷൻ, നമ്മുടെ കമ്പനിയിലെ ടോട്ടൽ ക്യാപിറ്റലിലെ ഡെപ്റ്റ് എത്രത്തോളം ഉണ്ട്, ഇക്വിറ്റി എത്രത്തോളം ഉണ്ട്, ആ ഡെപ്റ്റ് ഇക്വിറ്റി പ്രൊപ്പോർഷൻ ആണ് ലിവറേജ് റേഷ്യോയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുമ്പോൾ അസറ്റ്, ഒരു ഫേം അവരുടെ അസറ്റുകൾ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആക്ടിവിറ്റി റേഷ്യോയിൽ കൂടെ കാണിക്കുന്നത്. ദെൻ ഫൈനലി പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് ആണ്. പെർഫോമൻസും പ്രോഫിറ്റബിലിറ്റിയുമാണ് ഈ ഒരു റേഷ്യോയിൽ കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ അണ്ടറിൽ ഡിഫറെന്റ് ടൈപ്പ് വരുന്നുണ്ട്. ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്, ലിവറേജ് റേഷ്യോസ് ഉണ്ട്, ആക്ടിവിറ്റി റേഷ്യോസ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കണം, ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി? നോക്കിക്കേ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ മറ്റൊരു ചോദ്യം അല്ലെ. ഇതെല്ലാം ഈ തൊട്ട് കഴിഞ്ഞ 3 സെറ്റ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പം ചില ചോദ്യങ്ങൾ കണ്ടോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഒരേ ഏരിയയിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും ചോദ്യം വരുന്നുണ്ട്. എക്സാമ്പിൾ ഫോർ ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി ഏതാ വരുന്നേ? പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. യെസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ്. അപ്പൊ അത് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആണ് അല്ലെ. അത് മാത്രമേ ഉള്ളൂ ഇവിടെ ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഏത് ആക്ടിവിറ്റിയിൽ വരും? ഓപ്പറേറ്റിംഗ് ആണോ, ഫൈനാൻസിങ് ആണോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണോ? ഒരു കമ്പനി ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ് അല്ലെ. അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. കാരണം നമ്മളൊരു ഫിക്സഡ് അസറ്റ് വാങ്ങി, ഇപ്പൊ ലാൻഡോ ബിൽഡിങ്ങോ മെഷീനറിയോ ഒക്കെ നമ്മൾ വാങ്ങുവാണെങ്കിൽ അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടായ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്.
ഇനി ഫിക്സഡ് അസറ്റിനെ വിറ്റു എന്ന് പറഞ്ഞാലോ, അതും ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോയും ആണ്. അതേപോലെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തു, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ലെ, ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇനി ഡിവിഡന്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഡിവിഡന്റ് കിട്ടി, അതെന്താ, ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. യെസ്, അപ്പൊ ഇത് ഓരോന്നും നമുക്കൊന്ന് നോക്കി വെക്കണേ. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫൈനാൻസിങ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ആണ്. അപ്പൊ അവിടെ നമ്മുടെ കോർ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലോ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ക്യാഷ്, നമ്മുടെ സെയിൽസ്, അതേപോലെ തന്നെ കമ്മീഷൻ, ഫീ, റോയൽറ്റി, അങ്ങനെയൊക്കെ കിട്ടുന്ന ക്യാഷ് എല്ലാം ഇൻഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കും. അതേപോലെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് വരുന്ന ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ, സപ്ലയേഴ്സിന് നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, എംപ്ലോയീസിന് വേജും സാലറിയും ഒക്കെ കൊടുക്കുന്നു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇൻകം ടാക്സ്, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ നോക്കാം. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിംഗ് ആണ്, അതായത് ലോങ് ടേം അസറ്റുകളോ ഇൻവെസ്റ്റ്മെന്റുകളോ നമ്മൾ പർച്ചേസോ സെയിലോ ചെയ്യുന്നതിൽ നിന്നുണ്ടാവുന്ന ക്യാഷ് ഫ്ലോ ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അപ്പോ ഈ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോസ് ആണ് ഫിക്സഡ് അസറ്റ് വിറ്റു, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അതായത് ലാൻഡോ ബിൽഡിങ്ങോ മെഷീനറിയോ ഒക്കെ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് എന്താ, ക്യാഷ് ഇൻഫ്ലോയാ, നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരുക. ഇൻവെസ്റ്റ്മെന്റുകൾ വിൽക്കുന്നു, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു, ഡിവിഡന്റ് റിസീവ് ചെയ്തു. ഇതൊക്കെ ഈ ഇൻട്രസ്റ്റും ഡിവിഡന്റും ഒക്കെ എപ്പോഴാണ് കിട്ടുന്നത്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇതെല്ലാം ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഇനി ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട് അല്ലെ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ഔട്ട്ഫ്ലോ, അതാണ് ഇപ്പൊ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്തു, നമ്മൾ ലോണ് കൊടുത്തു, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്തോണേ. നമ്മളിപ്പോ ഒരാൾക്ക് ലോണ് കൊടുത്തു, നമ്മളൊരു ലോണ് കൊടുത്താൽ ഇറ്റ് ഈസ് ലൈക്ക് എൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, നമ്മൾ നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാ. അപ്പൊ അത് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ഈ ലോണുകൾ കൊടുക്കുന്നത്. ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ അത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കും. ഇൻഫ്ലോ ആയത് എങ്ങനെയാ, ലോൺ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരുവാ ചെയ്യുന്നത്, അത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ വരും. ലോൺ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് എവിടെ വരും, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള ഔട്ട്ഫ്ലോ ആയിട്ട് വരും. ലോൺ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുക ചെയ്യുന്നത് അല്ലെ. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഫൈനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അപ്പൊ നമ്മള് ഫണ്ട് റേസ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും. അപ്പൊ അവിടെ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്ലോ ആണ് ഷെയർ ഇഷ്യൂ ചെയ്തു, അപ്പൊ നമുക്ക് പൈസ കിട്ടും. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, ലോണുകൾ എടുത്തു, ലോങ് ടേം ലോണുകൾ എടുത്തു. ഇതെല്ലാം ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഇങ്ങോട്ടേക്ക് കിട്ടുക ചെയ്യുന്നത്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്തിനാ, പൈസ ഇല്ല അല്ലെ, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇനി ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള ഔട്ട്ഫ്ലോ ആണ്, ഒന്ന് ഈ ലോണുകൾ റീപേ ചെയ്യുന്നു, ഡിബഞ്ചറുകൾ റെഡീം ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വാങ്ങുന്നു, ഡിവിഡന്റ് കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു. ഇതൊക്കെ എന്താ, ഔട്ട്ഫ്ലോസ് ആണ് അല്ലെ, ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഡിവിഡന്റ് കൊടുത്തു അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എപ്പോഴാ, നമ്മൾ ലോൺ എടുത്തു കഴിയുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലാണ്. ഇൻട്രസ്റ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, ഈ മൂന്നും കൃത്യമായിട്ട് നോക്കിക്കോണേ, ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദ്യം വരും, ഷുവർ ആണ്, 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. State whether the following statements are true or false. Margin of safety can be improved by decreasing fixed cost. Margin of safety is equal to PV ratio divided by profit. ഇതിൽ ഏതൊക്കെയാ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ?
ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുവാണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മാർജിൻ ഓഫ് സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് പി വി റേഷ്യോ ബൈ പ്രോഫിറ്റ് അല്ല. പി വി റേഷ്യോ ബൈ പ്രോഫിറ്റ് അല്ല. ഓപ്ഷൻ 1 ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാ. ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്, മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് കുറയ്ക്കുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് നേരെ തിരിച്ചാ തന്നേക്കുന്നത്. പി വി റേഷ്യോ ബൈ പ്രോഫിറ്റ് എന്നാ തന്നേക്കുന്നത്, അത് തെറ്റാ. പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ ആണ് മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ കറക്റ്റ് ഇക്വേഷൻ. ഇനി ഈ മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കുറയുമ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻക്രീസ് ആകുന്നുണ്ടോ നോക്കണം അല്ലെ. അപ്പൊ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് കുറയ്ക്കുമ്പോഴാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ബ്രേക്ക് ഈവൻ സെയിൽസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ് ബ്രേക്ക് ഈവൻ സെയിൽസ്, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ വാല്യൂ, അതാണ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ഫിക്സഡ് കോസ്റ്റ് കുറയുവാണെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ത് ചെയ്യും? കുറയും. ബ്രേക്ക് ഈവൻ സെയിൽസ് കുറയുമ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി അവിടെ എന്ത് ചെയ്യും? കൂടിയിരിക്കും. കാരണം ഈ ബ്രേക്ക് ഈവൻ സെയിൽസ് കുറയുമ്പോൾ ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു എമൗണ്ട് കുറഞ്ഞിരിക്കും അല്ലെ, ആക്ച്വൽ സെയിൽസിൽ നിന്ന് കുറയ്ക്കുന്ന എമൗണ്ട് കുറഞ്ഞിരിക്കും. ദെയർബൈ മാർജിൻ ഓഫ് സേഫ്റ്റി കൂടിയിരിക്കും. യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ബ്രേക്ക് ഈവൻ സെയിൽസ് 1000 യൂണിറ്റ്സ്, ഫിക്സഡ് കോസ്റ്റ് 2000, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. ഇവിടെ ഇത് സിമ്പിൾ ചോദ്യമാണ് അല്ലെ. ബ്രേക്ക് ഈവൻ സെയിൽസ് 1000, ഫിക്സഡ് കോസ്റ്റ് 2000, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസിന്റെ ഇക്വേഷൻ എടുത്തിട്ടാ മതി. നമുക്ക് അതിൽ നിന്ന് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് എന്നാ നോക്കാം, ആൻസറിലേക്ക് പോകാം. ഇവിടെ 2 ആണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. എങ്ങനെയായി 2 കിട്ടുന്നത് നോക്കിക്കേ. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 1000 യൂണിറ്റാ. അപ്പൊ ഇവര് യൂണിറ്റിലാ തന്നേക്കുന്നത് അല്ലെ. ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത് 1000 യൂണിറ്റ്. അതിനർത്ഥം ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ബ്രേക്ക് ഈവൻ പോയിന്റ് 1000 യൂണിറ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലെ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ അത് നമുക്ക് ഉണ്ട്, അത് നമ്മുടെ ആൻസർ ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 1000 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് 2000, അതും ക്വസ്റ്റനിലുണ്ട്. ഫിക്സഡ് കോസ്റ്റ് 2000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോ ഈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താ? 1000 is equal to 2000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പൊ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നേരെ ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. ആ 1000നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. 2000 ഡിവൈഡഡ് ബൈ 1000 ആണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. 2 എന്ന് നമുക്ക് കിട്ടും. 2000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് ആൻസർ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 2 കിട്ടി. യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേ. കറണ്ട് റേഷ്യോ 2 ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 50,000. കറണ്ട് ലയബിലിറ്റീസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. കറണ്ട് റേഷ്യോ 2, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് 50,000. അങ്ങനെയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റി എത്രയായിരിക്കും? ഇവിടെയും എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും? കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി, അതാണ് കറണ്ട് റേഷ്യോ. കറണ്ട് അസറ്റ് ഈസ് ടു കറണ്ട് ലയബിലിറ്റി, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 50,000. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ. കറണ്ട് അസറ്റിൽ നിന്ന്
കറണ്ട് ലൈബിലിറ്റി കുറയ്ക്കുന്നതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് 50,000 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ലൈബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. യെസ്, ഇവിടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി കുറയ്ക്കുന്നതാണ്, ദാറ്റ് ഈസ് 50,000. ഇനി നമ്മൾ ആദ്യം നേരത്തെ ഒരു ചോദ്യത്തിൽ ചെയ്ത പോലെ കറണ്ട് ലൈബിലിറ്റി എക്സ് എന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ കറണ്ട് അസറ്റ് എത്ര വരും? 2x വരും അല്ലെ? കാരണം കറണ്ട് റേഷ്യോ 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 2:1 എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. 2:1. അപ്പൊ കറണ്ട് ലൈബിലിറ്റി എക്സ് ആണെങ്കിൽ കറണ്ട് അസറ്റ് 2x വരും. അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റിയാ. അപ്പൊ ഈ ഇക്വേഷൻസ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിക്കേ. കറണ്ട് അസറ്റ് 2x ആണ്, 2x മൈനസ് എക്സ് അല്ലെ? 2x നിന്ന് എക്സ് എന്ന് പറയുന്നതാണ് കറണ്ട് ലൈബിലിറ്റി. 2x മൈനസ് എക്സ്, 2x നിന്ന് എക്സ് പോയാൽ ബാക്കി എക്സ് ആണ് എന്ത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ് നമ്മുടെ കറണ്ട് ലൈബിലിറ്റി. എക്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലൈബിലിറ്റി. അപ്പൊ ഇക്വേഷൻ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എന്ത് കിട്ടി? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ് എക്സ്, അതായത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ് കറണ്ട് ലൈബിലിറ്റിയും, അതായത് 50,000. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 50,000 ആയിരുന്നു. ആ 50,000 തന്നെയാണ് കറണ്ട് ലൈബിലിറ്റി ആയിട്ടും വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 50,000 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇത് സിമ്പിൾ ചോദ്യമാ. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് തിങ്ക് ചെയ്താൽ മതി. തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ? കറണ്ട് റേഷ്യോ 2, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 50,000. അപ്പൊ നേരെ നമ്മൾ എന്ത് ചെയ്തു? കറണ്ട് ലൈബിലിറ്റി എക്സ് ആയിട്ട് കണക്കാക്കി. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ് 2x വരും. സോ 2x നിന്ന് എക്സ് കുറയ്ക്കുന്നതാണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് എക്സ് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എക്സ് എന്ന് പറയുന്നത് കറണ്ട് ലൈബിലിറ്റി. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 50,000 ആണെന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ 50,000 തന്നെയാണ് കറണ്ട് ലൈബിലിറ്റിയും വരുന്നത്. ഓക്കെ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇതൊന്ന് മാച്ച് ചെയ്യാനാണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ലീവറേജ് റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ. ഇതിനെ ഒന്ന് മാച്ച് ചെയ്യാമോ? നമുക്ക് നോക്കാം ഏത് ആൻസർ നോക്കാം അല്ലെ? യെസ്, ഓപ്ഷൻ യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് അല്ലെ? നമുക്ക് എത്രത്തോളം നമ്മുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. പിന്നെ ഉള്ളത് ലിവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് കാണിക്കുന്നതാ. അത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ വരും. ദെൻ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റുകളെ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതാണ് ഈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫൈനലി ലിക്വിഡിറ്റി റേഷ്യോ, ഡെപ്റ്റുകൾ നമ്മുടെ കറണ്ട് ഒബ്ലിഗേഷൻസ് എത്രത്തോളം കൊടുത്തു തീർക്കാൻ കമ്പനിക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് ലിക്വിഡിറ്റി റേഷ്യോയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ക്വിക്ക് റേഷ്യോ വരും അല്ലെ? ക്വിക്ക് റേഷ്യോ ഇസ് എ ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെ, യെസ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ട ചോദ്യങ്ങൾ. ഇത് മാക്സിമം നോക്കിക്കോണം, ഉറപ്പായിട്ടും ഇവിടെ നിന്നൊക്കെ എക്സാമിന് ചോദിക്കും. അപ്പൊ നമ്മൾ സെറ്റ് കൊമേഴ്സിന്റെ 6 യൂണിറ്റുകളും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തോടെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ എൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എക്സാം നന്നായിട്ട് പഠിച്ച് കൃത്യമായിട്ട് ക്വസ്റ്റ്യനുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് മാത്രം എക്സാമിന് പോവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.